ഹേ എവരിവൺ, വൈപ്രിക്കൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ ലാസ്റ്റായിട്ട് ഇട്ട വീഡിയോ, എന്ന് പറയുന്നത് ഒരു പോളോനെ കുറിച്ചായിരുന്നു. അതായത് ഞാൻ എൻ്റെ വീട്ടിലേക്കായിട്ട് എടുത്തിട്ടുണ്ടാകുന്ന ഒരു പോളോ. ആ ഒരു പോളോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോളോയിൽ നമ്മളിപ്പോൾ നിലവിൽ അത്യാവശ്യം കുറച്ച് മോഡ്സും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് മോഡ്സും കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോളോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോളോ എന്തൊക്കെയാണ് മോഡ്സ് വരുത്തിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത വീഡിയോ ഫുള്ളായിട്ടാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ബമ്പറാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ട് ബമ്പർ പോളോൻ്റെ തന്നെ WRC ബമ്പർ എന്ന് പറഞ്ഞാൽ ABS പ്ലാസ്റ്റിക്കിൽ വരുന്ന ബമ്പറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. വിത്ത് DRലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ R-ലൈൻ്റെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോക്സ്വാഗൻ്റെ ലോഗോ നമ്മൾ ഗ്ലോസി ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹുഡ് നമ്മൾ കാർബൺ ഫൈബർ റാപ്പാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹുഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ് ലാമ്പിലേക്കും ആ ഒരു റാപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹെഡ് ലാമ്പ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹെഡ് ലാമ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഹെഡ് ലാമ്പ് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെഡ് ലാമ്പ് ഫുള്ളി കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു ഹെഡ് ലാമ്പ് ഞാനായിട്ട് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ പ്രൊജക്ടേഴ്സും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഞാൻ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആ ഒരു പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഹെഡ് ലാമ്പിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഫുള്ളി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഹെഡ് ലാമ്പ്. അതായത് ഈ ഒരു ഹെഡ് ലാമ്പ് ഈ ഒരു വണ്ടിക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനത്തെ ഒരു ഹെഡ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. സോ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഫ്രണ്ട് ആ ഒരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു WRCയുടെ ഈ ഒരു പോർഷൻ, അതായത് ഇവിടം വരെ ആയിരുന്നു നമുക്ക് ഈ ഒരു സിൽവർ പോർഷൻ ഉണ്ടാകും. അതായത് ഇവിടുന്ന് ഈ ഒരു പീസ് വരെ നമുക്ക് സിൽവറിനായിരുന്നു. നമ്മളത് പിന്നെ എല്ലാ മോഡും ചെയ്തതിന് ശേഷമാണ് നമ്മളത് ബ്ലാക്കിലേക്ക് പെയിൻറ്റ് ചെയ്തെടുത്തത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ MTSൻ്റെ ലോവറിങ് സ്പ്രിങ്സ് ആണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ലോവറായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അലോയ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് അലോയ്സ് തന്നെയാണ് കിടക്കുന്നത്. ഫ്രണ്ടും ബാക്കും സ്റ്റോക്ക് അലോയ്സ് തന്നെയാണ് കിടക്കുന്നത്. ഞാൻ അലോയ്സിൽ കാര്യങ്ങളൊന്നും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ വണ്ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിയർ മഡ് ഫ്ലാപ്പ് ഊരി മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിൽ മഡ് ഫ്ലാപ്പ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. റിയർ മഡ് ഫ്ലാപ്പ് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മാറ്റങ്ങളൊന്നും സൈഡ് പ്രൊഫൈൽ വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ലോവേർഡാണ്. അത് മാത്രമല്ല നല്ല രീതിയിൽ അടി തട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ നമ്മൾ ഇൻസ്റ്റാ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമ്മൾ ടെയിൽ ലാമ്പ് നമ്മൾ മറ്റേ Q2 ടൈപ്പ് ടെയിൽ ലാമ്പിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 5-പിൻ ഡിഫ്യൂസർ അടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓട്ട്നിഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോയിലറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ നമുക്ക് കുറച്ചും കൂടി മോഡ്സ് കൊണ്ടുവരാറുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് സാധനങ്ങൾ കൂടി വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്. അത് ഇൻറ്റീരിയർ പരമായിട്ടും അതുപോലെ തന്നെ വേറെ കുറച്ച് എക്സ്റ്റീരിയർ പരമായിട്ടും നമുക്ക് കുറച്ച് മോഡ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പണി എടുക്കാറുണ്ട്. സോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഫൈനൽ നിർത്തിയത് ഡിഫ്യൂസറുമാണ്. സോ 5-പിൻ ഡിഫ്യൂസറാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അക്രപോവിച്ചിൻ്റെ ടിപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ടിപ്പ് മാത്രമല്ല, നമ്മൾ ഒരു വാൽവട്രോണിക്കും കൂടി ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെമസിൻ്റെ വാൽവട്രോണിക്കാണ് ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിലത്തെ പോളോൻ്റെ ലോഗോയും നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്ലോസി ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ GT-TSI എന്നുള്ളൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് വണ്ടി മാനുവലാണ്, എന്നാൽ പോലും ഞാൻ ആ ഒരു GT-TSI എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തു എന്നുള്ളൂ. കാരണം വെച്ചാൽ ഈ ഒരു GT-TSI എന്നുള്ള ബാഡ്ജിങ്ങും ഈ ഒരു പോളോന് നല്ല രീതിയിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. സോ ഞാൻ അങ്ങനത്തെ ഒരു ഇതിൽ കൊടുത്തൊന്നുമില്ല. അല്ലാണ്ട് വണ്ടി മാനുവലായിട്ട് നീ എന്തിനാണ് TSI GT-TSI എന്നുള്ളൊരു ഇത് കൊടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരു താല്പര്യം ഉണ്ടാകുന്നു, അങ്ങനത്തെ ഒരു GT ബാഡ്ജിങ് വേണമെന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ നമ്മൾ ഇതിൻ്റെ റിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സബ് വൂഫർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാൽവട്രോണിക്കിൻ്റെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ റിയറിൽ വേറെ നമ്മുടെ മോഡ്സും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആംബിയൻ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തത് ഞാൻ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്. കാരണം വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് ഈ ഒരു ആംബിയൻ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ അടുത്ത് ആംബിയൻ ലൈറ്റ് തന്ന ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ ഞാൻ 2 ദിവസം ജോലിയിൽ നിന്ന് ലീവൊക്കെ എടുത്ത് വീട്ടിൽ നിന്നിട്ടാണ് ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെയാണ്. എല്ലാവരും ഞാൻ ഈ ഒരു ആംബിയൻ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടിട്ട് പല ആൾക്കാരും അവരുടെ വണ്ടിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുമെന്ന് എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്. സോ ഈ ഒരു ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പാറ്റേൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയറിൽ വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ഇൻറ്റീരിയറിൽ വേറെ കാര്യമായിട്ടൊന്നും അപ്ഗ്രേഡ് വരുത്തിയിട്ടില്ല. ഈ ഒരു ആംബിയൻറ്റ് മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ചെറിയൊരു മിറർ ഹാങ്ങിങ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു വാക്കി ടോക്കി, ഒരു പെയർ ഓഫ് വാക്കി ടോക്കി ഇരിക്കുന്നുണ്ട്. വാക്കി ടോക്കി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റുള്ള ക്യാമറ യൂസ് ചെയ്യുന്ന ആളായിട്ട് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വാക്കി ടോക്കി ഇപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ കീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കീയും കാര്യങ്ങളൊക്കെ. ഇതിൽ വാൾ ബട്ടണിക്കുന്ന റിമോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മുടെ സബ് വൂഫർ ഓണാക്കാൻ ഓഫാക്കാൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ സ്റ്റോക്ക് സ്റ്റിയറിംഗ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗുമ്പോൾ ഞാൻ ചെറിയൊരു മോഡ് വരുത്താനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്റ്റിയറിംഗുമ്പോൾ ഞാൻ അൽക്കൻറ്റാറ വിത്ത് കാർബൺ ഫൈബർ വരുന്ന ഒരു കവർ മേടിച്ചിട്ടാലും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല. കാരണം ഞാൻ ഈ ഒരു സ്റ്റിയറിംഗ് വെച്ച് കംഫർട്ടബിൾ ആണ്. പിന്നെ നമ്മൾ സ്റ്റീരിയോ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞു സ്റ്റീരിയോ നിങ്ങൾക്ക് അപ്ഗ്രേഡ് എവിടെയെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ സ്റ്റീരിയോ അപ്ഗ്രേഡ് ചെയ്യുന്ന കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി വരുന്ന ഫോക്സ്വാഗൻ്റെ സ്റ്റീരിയോയുടെ സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് എനിക്ക് കിട്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് മാത്രമല്ല, പിന്നെ ആ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ മേടിച്ച് വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു ബ്രാൻഡ് ഒരു സോണി അല്ലെങ്കിൽ പൈനിയർ അതുപോലെ തന്നെ ആൽപൈൻ ആ നല്ല കുറച്ച് ബ്രാൻഡ്സിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കോസ്റ്റ് ആവും. കാരണം വെച്ചാൽ അത് വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വരാനോ ആ ഒരു യൂണിറ്റിൻ്റെ ഹെഡ് യൂണിറ്റിനൊക്കെ കോസ്റ്റ് വരും, നല്ലൊരു കോസ്റ്റ് വരും. സോ ഞാനിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 10 അല്ലെങ്കിൽ 11 ഇഞ്ച് ടാബ് മേടിച്ചിട്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാനിലാണ്. സോ ആ ഒരു ടാബ് മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റിവേഴ്സ് ക്യാമറ അടക്കം ഞാൻ ആ ഒരു ടാബിൽ ചെയ്തെടുക്കാനുള്ള പ്ലാനാണ്. സോ എനിക്ക് ഇതേ ഒരു ഹെഡ് യൂണിറ്റ് ഇവിടെ വെച്ചിട്ട് എനിക്ക് ആ ഒരു ടാബ് എനിക്ക് ഒരു മ്യൂസിക് ഡിവൈസായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊരു അമോലെഡ് ടാബൊക്കെ ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു ടാബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 10-20 രൂപയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു നമുക്കൊരു ടാബ് എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് സംഭവമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൻഡ്രോയിഡ് ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം സെറ്റപ്പ് തന്നെയാണ് വിത്ത് റിവേഴ്സ് ക്യാമറ വരുന്നുള്ളൂ. നമ്മളത് ഒരു വേറെ രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഒരു കാര്യം കൂടി ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ ഒരു വണ്ടിയിൽ അലക്സ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ നമുക്കിപ്പോൾ ആമസോൺ അലക്സയുടെ ഒരു ഫീച്ചറും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരാളെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വെറുതെ ഇന്ന ആളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ, അതായത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞാൽ മാത്രം മതി. സോ ആ ഒരു സെറ്റപ്പ്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് എൻ്റെ വീട്ടിലുള്ള ലൈറ്റും ഫാനും വരെ എനിക്ക് ഓണാക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇന്ന മ്യൂസിക് വയ്ക്കാൻ പറഞ്ഞാൽ ഇന്ന മ്യൂസിക് വരാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു ഇതിൽ വെർച്വൽ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഒരു വോയിസ് അസിസ്റ്റൻ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളിൽ വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എനിക്ക് ഇങ്ങനെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൽ ചെയ്യാനുള്ളത് ഈ പറഞ്ഞ മാതിരി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ചെറിയ വ്യത്യാസം വരുത്തുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് സീറ്റ്സ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്. അതായത് സീറ്റ് എനിക്ക് കുറച്ചും കൂടി ഒന്ന് മോൾഡ് ചെയ്തെടുക്കണമെന്നുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് എനിക്കൊന്ന് മാറ്റണം. പിന്നെ മെയിനായിട്ടുള്ള കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേജ് വേണമെന്നൊക്കെ എനിക്ക് ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി നമ്മുടെ വണ്ടിയിൽ വരാൻ പോണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി പോളോ ഹൈലൈൻ 2015 മോഡൽ 1.2 MPI ആണ്. സോ അതിൽ ചില ഓപ്ഷൻസ് അക്കാലത്ത് ഉണ്ടാകുന്നില്ല. പക്ഷേ നമ്മൾ ഇതിൽ ആ ഒരു ഓപ്ഷൻസ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഡിമ്മിങ് മിറർ, അതായത് ഇലക്ട്രിക്കലി ഓട്ടോ ഡിമ്മിങ് മിറർ നമ്മൾ കൊണ്ടുവരാൻ പോകുക. അതിൽ ഉണ്ട്, പക്ഷേ അത് മാനുവലാണ്. ഈ ഒരു മാനുവൽ മിറർ എന്നുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിം ആവുന്ന മിറർ കൊണ്ടുവരാനുള്ള പ്ലാനാണ്. സോ ആ ഒരു മിററും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഷാർക്ക് ഫിൻ 19 നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാനിലാണ് നിൽക്കുന്നത്. ഇൻ കേസ് ചിലപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ മാറ്റാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ എനിക്കത് ഒരു 10% മാത്രമേ എനിക്കൊരു ഉറപ്പുള്ളൂ. കാരണം വെച്ചാൽ അത് ഞാൻ വേണോ വേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് നിൽക്കുന്നത്. കാരണം ആ ഒരു ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും കാര്യങ്ങൾ ഈ വണ്ടിയിലേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ ഇനി വേറെ 2 മോഡ്സ് വരുത്താമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ 2 സ്വിച്ചുകൾ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ. സോ നമുക്ക് എക്സോസ്റ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമ്മൾ ഇതിൽ ഒരു സ്വിച്ച് ആണ് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. നമ്മൾ സ്വിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി DRലും കാര്യങ്ങളൊക്കെ ഓണാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സ്വിച്ചിലാണ് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് ഓണാക്കുമ്പോൾ നമുക്കൊരു റണ്ണിങ് ടൈപ്പ് DRലാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഈ വണ്ടി DRൽ ഇട്ട് കഴിഞ്ഞാലുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ കളർ ചേഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വണ്ടി ഒരു റെഡ് തീമിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു കളർ ചേഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കറൻ്റ് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്ത് പറഞ്ഞു കളർ മാറ്റാൻ നിൽക്കണ്ട, ഇപ്പോൾ തൽക്കാലം കളർ മാറ്റാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് സിൽവർ എന്ന് പറഞ്ഞാൽ തീരെ താല്പര്യം ഉണ്ടാകുന്നില്ല. പിന്നെ വണ്ടി പണിതെടുത്ത് വന്നപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഈ ഒരു സിൽവറിൽ ഈ ഒരു വണ്ടി പണിതെടുത്ത് വന്നപ്പോൾ കാണാതെ രസമുണ്ടെന്ന് പറഞ്ഞു. സോ അത് എനിക്ക് പല ഭാഗത്തുനിന്നും എനിക്ക് അങ്ങനത്തെ ഇതൊരു നല്ല രീതിയിൽ ഒരു വൃത്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം സിൽവറിൽ വന്നപ്പോൾ എനിക്ക് സിൽവറിൽ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ അത് സിൽവറിൽ തന്നെ കീപ്പ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ മോഡ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്.
ഇനി നമ്മൾ കൊണ്ടുപോകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിറർ ഇപ്പോൾ മാനുവലി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഉള്ളിലത്തെ മിറർ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ഫോൾഡും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. സോ ആ ഒരു മിറർ നമ്മളൊരു ഓട്ടോ ഫോൾഡ് മിററിലേക്ക് മാറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. DRL ഓണാക്കിയതിന് ശേഷം ബാക്കിലത്തെ ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ ഓണാക്കിയതിന് ശേഷം ലുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് റിയർ ലുക്ക് ആഫ്റ്റർ സ്വിച്ചിങ് ഓൺ ദി ലൈറ്റ്സ്. പിന്നെ ഈ ഒരു ടെയിൽ ലാമ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയുള്ള ടെയിൽ ലാമ്പിനെ അപേക്ഷിച്ച് നോക്കിയപ്പോൾ ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടെയിൽ ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. എനിക്ക് ഈ ഒരു സ്മോക്ക്ഡ് ടൈപ്പ് തന്നെ വേണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് ആ ഒരു സ്മോക്ക്ഡ് ടൈപ്പ് വന്നപ്പോഴാണ് ആ ഒരു വൃത്തി വന്നത്. ഇൻ കേസ് അവിടെ റെഡ് ടൈപ്പാണ് വന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വൃത്തി വന്നതിനില്ല. ഇനി നമ്മൾക്ക് ഈ വണ്ടിയിൽ മെയിനായിട്ട് ചെയ്യാനുള്ള കുറച്ച് മോഡ്സ് ഉണ്ടെങ്കിൽ കൂൾ ഫിലിം ചെയ്യണം. കൂൾ ഫിലിം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് റെഗുലേഷൻസ് ഉള്ള കാരണം ഞാൻ വേണോ വേണ്ടെന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഞാൻ ഫുള്ളി ടിൻറ്റഡ് ആയിട്ടുള്ള കമ്പനി വരുന്ന ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാനാണ്. മിക്കത് ഞാൻ കൂൾ ഫിലിം ആയിരിക്കും ചെയ്യുക. അതിപ്പോൾ ഇനിയിപ്പോൾ ഗവൺമെൻറ് അലോക്കേറ്റഡ് ചെയ്തിട്ടുള്ള കൂൾ ഫിലിമിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും എനിക്കും ചെയ്യുക. പിന്നെ നമ്മൾ പരമാവധി ഷാർക്ക് ഫിൻ ആൻഡിയൻ ഇൻസ്റ്റാൾ ചെയ്യും. ഓട്ടോമാറ്റിക് മിറർ, അതായത് ഓട്ടോ ഡിമിങ് മിറർ ആയിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ വരുന്നൊരു വേറെ ചെറിയൊരു മോഡ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മിറർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഈ ഒരു മിറർ ഓട്ടോ ഫോൾഡിങ് മിറർ അല്ല, ഇത് നമ്മൾ ഓട്ടോ ഫോൾഡിങ് മിററായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ പറഞ്ഞമായി ഫൈനലായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എക്സോസ്റ്റാണ്. എക്സോസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് റെമസിൻ്റെ വാൽവട്രോണിക് എക്സോസ്റ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ ഒരു എക്സോസ്റ്റിൽ ചെയ്തിട്ടുള്ള ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഒന്നല്ല ചെയ്തിട്ടുള്ളത്. എനിക്ക് ഓവറായിട്ടുള്ള സൗണ്ടിൻ്റെ ആവശ്യമില്ല. എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു സൗണ്ട്, എന്നാലും എനിക്ക് കേൾക്കാൻ വലിയ സുഖമാണെന്നുള്ള രീതിയിലുള്ള ഒരു സൗണ്ടാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ചെയ്തേക്കണമെന്ന് വെച്ചാൽ വണ്ടി സ്റ്റോക്ക് പവറിലാണ് വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. വേറെ ട്യൂണിംഗ് ഒന്നും വരുത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു എക്സോസ്റ്റ് ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ മഫ്ലർ, അതായത് എക്സോസ്റ്റിൻ്റെ മഫ്ലർ ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ ഞാൻ ഈ ഒരു റെമസിൻ്റെ വാൽവട്രോണിക് വെച്ച് ഞാൻ അടിച്ചേക്കാണ്. അത്യാവശ്യം നല്ലൊരു കേൾക്കാൻ സുഖമുള്ള ഒരു സൗണ്ട് തന്നെയാണ്. ഭയങ്കര മോശമായിട്ടുള്ള സൗണ്ട് ഒന്നുമില്ല, കേൾക്കാൻ നല്ല അത്യാവശ്യം ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെയാണ്. പിന്നെ പോപ്സ് ആൻഡ് ബാങ്ക്സ് ഒന്നുമില്ല, പക്ഷേ വണ്ടി ഒന്ന് ഗിയർ ഡൗൺ ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം ക്രാക്ലിംഗ് നോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അത് നമുക്ക് കറൻ്റ് വണ്ടി റണ്ണിങ്ങിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് പെർഫെക്റ്റായിട്ട് കേൾക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയുടെ എക്സോസ് നോട്ടും കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ എക്സോസ് നോട്ട് ഒന്ന് കേട്ടോക്കാം. സോ ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വണ്ടിയുടെ സ്റ്റോക്ക് സൗണ്ടാണ്. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ സ്റ്റോക്ക് സൗണ്ടാണ്. സ്റ്റോക്ക് സൗണ്ട് നമുക്ക് വലിയ വ്യത്യാസം അതിലൊന്നും വരുന്നില്ല. ഇതാണ് സ്റ്റോക്ക് സൗണ്ട് വരുന്നത്. നമ്മൾ എക്സോസ്റ്റ് ഓൺ ആക്കണമെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വാൽവട്രോണിക് ഓൺ ആക്കാൻ പോവാണ്. ഇപ്പോൾ വാൽവട്രോണിക് ഓൺ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് ഓൺ ആക്കിയതിന് ശേഷം വരുന്ന സൗണ്ട്. അത്യാവശ്യം ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ആൾക്കാർക്കായാലും വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിൽ നല്ല സൗണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്. കാരണം വെച്ചാൽ ഇനി എനിക്കിതിൽ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ബാക്ക് കാറ്റ് കട്ട് ചെയ്തിട്ട് എക്സോസിൻ്റെ സൗണ്ട് വേണമെങ്കിൽ കൂട്ടാൻ പറ്റും. എനിക്ക് ഫുൾ സിസ്റ്റം ആക്കാൻ പറ്റും. അപ്പോൾ ഫുൾ സിസ്റ്റം ആക്കാതെ തന്നെ വണ്ടി ട്യൂൺ ചെയ്യുന്ന കാര്യം എനിക്ക് എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പോൾ എനിക്ക് ഈ വണ്ടി ട്യൂൺ ചെയ്യണം എന്തായാലും. പക്ഷേ ഈ ഒരു എക്സോസ്റ്റിൻ്റെ സൗണ്ട് എനിക്ക് ഓവറായിട്ട് പുറത്തേക്ക് വരണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സൗണ്ടിൽ വണ്ടി കീപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഇപ്പോൾ ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മോഡ്സൊക്കെ വെച്ചിട്ട് എനിക്ക് ഈ ഒരു മോഡുകളൊക്കെ എനിക്ക് ഓക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അധികം ഒന്നും ചെയ്യാണ്ട് ഞാനിപ്പോൾ കൊണ്ടു നടക്കുന്നത്. പിന്നെ അധികം വണ്ടി ഞാൻ അങ്ങനെ യൂസിങ് ഒന്നും ഇല്ല. സൺഡേയ്സൊക്കെയാണ് ഞാൻ വല്ല ഹോളിഡേയ്സ് അല്ലെങ്കിൽ സൺഡേയ്സൊക്കെ വരികയാണെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കണമെന്നും അതുപോലെ തന്നെ വണ്ടി ഇറക്കണതൊക്കെ. ബാക്കിയുള്ള ദിവസങ്ങളൊന്നും ഞാൻ വണ്ടി അങ്ങനെ എടുക്കാറൊന്നുമില്ല. പിന്നെ വീഡിയോസ് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇടാൻ നല്ല രീതിയിൽ ലാഗായി തുടങ്ങി. കാരണം വെച്ചാൽ എൻ്റെ ചാനലൊക്കെ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. അതിനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ വർക്കുള്ളതുകൊണ്ട് എനിക്ക് സൺഡേയ്സ് മാത്രമാണ് എനിക്കൊരു ഗ്യാപ്പ് കിട്ടുന്നത്. കാരണം വെച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വർക്കുണ്ട്. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നൈറ്റ് ടൈമാവും, നല്ല രീതിയിൽ ലേറ്റ് ആവും. സോ ആ സമയത്ത് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വല്ല മുടക്കോ വല്ല ഹർത്താലോ ബന്ധമൊക്കെ വന്നിട്ട് വല്ല മുടക്കം എന്തെങ്കിലും കിട്ടണം, അപ്പോൾ മാത്രമേ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ പോലെ നമുക്കിപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് എല്ലാ ഷോറൂംസിൽ നിന്നൊന്നും നമുക്ക് വണ്ടികൾ അവൈലബിളായിട്ട് കിട്ടുന്നില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ചാനലിൽ നേരത്തെ പറഞ്ഞ നല്ല രീതിയിൽ ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പും കൂടി വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ദിസ് വൈപ്രക്കിൽ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ വൈപ്രക്കിൽ വ്ളോഗ്സ്.